അരൂർ ഉയരപ്പാത ഗർഡർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. NHAI ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രഘു, നേരത്തെ NHAIയുടെ വലിയ കൃത്യവിലോപം സംബന്ധിച്ചൊക്കെ ഉള്ള വിമർശനങ്ങൾ ജീവനടക്കം പൊലിയുന്ന സാഹചര്യം. ഈ പശ്ചാത്തലത്തിൽ എന്താണിപ്പോൾ യോഗം ചേർന്നുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത? ആരൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? രഘു, അപകടത്തിൽ ഗർഡർ വീണ് ഒരു ഡ്രൈവർ മരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഉയർന്നു. പ്രത്യേകിച്ച് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരൊപ്പം തന്നെ കരാർ കമ്പനികളും ഈ കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നില്ല, യാത്രക്കാർക്ക് വേണ്ട മുൻകരുതൽ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ MP KC വേണുഗോപാൽ ഡൽഹിയിൽ ഉദ്യോഗസ്ഥരുമായും മന്ത്രിയുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം അദ്ദേഹം നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരുന്ന യോഗത്തിൽ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ PWD പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്, കരാർ കമ്പനിയിലെ പ്രതിനിധികളുണ്ട്, അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഉയരപ്പാത നിർമ്മാണം അല്ലെങ്കിൽ ആലപ്പുഴയിലെ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ദേശീയപാത കുരുതിക്കളമാണ്. ഈ ഉയരപ്പാത നിർമ്മാണ സ്ഥലത്ത് മാത്രം 40-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ അപകടത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് വേണ്ട മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിക്കാത്തത്, അല്ലെങ്കിൽ ഈ ഗർഡർ അടക്കം സ്ഥാപിക്കുമ്പോൾ വേണ്ട ട്രാഫിക് ക്രമീകരണങ്ങൾ ഏൽപ്പിക്കാത്തതൊക്കെയാണ് അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട.